ഹായ്, ജിമ്മി മാത്യു ഡോക് ജിമ്മിച്ചൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം. എനിക്ക് ഇടയ്ക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടിട്ട് കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു രസമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മനുഷ്യൻ്റെ കളർ അതിനെപ്പറ്റി സംസാരിച്ചാലോ. അപ്പം നല്ല കളറുള്ള ആൾ എന്നൊക്കെ പറയാറില്ലേ? എന്താണ് ഈ നല്ല കളറുള്ള ആൾ? നമ്മുടെ നാട്ടിൽ നല്ല കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ സ്കിൻ കളർ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അല്ലേ? പലപ്പോഴും പല കളറിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ഈവൻ കേരളത്തിൽ തന്നെ കുറച്ച് നല്ലൊരു വെളുത്ത സ്കിൻ ടോണുള്ള ആൾക്കാരെ കാണാം. സായിപ്പന്മാരുടെ പോലെ അങ്ങനെ അത്രയും കാണില്ല കേട്ടോ. എന്നാലും ഏകദേശം കാണാൻ ഈ സ്കിന്ന്, ഹെയർ കളറ്, കണ്ണിൻ്റെ കളറൊക്കെ ആയിട്ട് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് താനും. ചിലപ്പോൾ നല്ല കറുത്ത ആൾക്കാരെ കാണാം. അതേസമയം നമ്മൾ ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവരും നല്ല കറുത്തിട്ടാണ്. ഇന്ത്യയിലൊക്കെ തന്നെയാണെങ്കിൽ ശരിക്കും സായിപ്പന്മാർ പറയുന്നത് അവിടെ ഇവിടെ എല്ലാവരും കറുത്തിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് നല്ല ബ്രൗൺ ആണ്, ഡാർക്ക് ബ്രൗൺ ആണ്. അതേസമയം നമ്മൾ ചൈന, ഫിലിപ്പീൻസ്, കൊറിയ, ജപ്പാൻ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലൊക്കെ ഒരുമാതിരി നല്ല വെളുത്ത ആൾക്കാരെയാണ് കാണുന്നത്, ഈ സോക്കോൾഡ് മംഗളോയിഡ് റേസിൽ. അതേസമയം യൂറോപ്യൻസ് പിന്നീട് പോയ അമേരിക്ക, അവിടെ ചെന്ന് സെറ്റിൽ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ വളരെയധികം വെളുത്ത ആൾക്കാരുണ്ട്. അവർ നല്ല മിക്സിങ് നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ അറബികളുടെ അവിടെയൊക്കെ കുറച്ച് വെളുത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയൊക്കെ കുറേ മിക്സിങ് ഒക്കെ ഉണ്ട്. അപ്പം എന്താണ് ഈ നമ്മുടെ മനുഷ്യൻ്റെ കളറിൻ്റെ സംഭവം എന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ തൊലിയുടെ പുറത്ത് തൊലി ഒരു ചെറിയ ലെയർ ഓഫ് സെൽസ് ആണല്ലോ, പല ലേയേഴ്സ്, കുറച്ച് ലേയേഴ്സ് ഓഫ് സെൽസ് കൂടിയിട്ടാണ് ഒരു സ്കിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സ്കിന്നിൻ്റെ ആ ബേസൽ ലെയറിൽ മെലനോസോംസ് എന്ന് പറയുന്ന ഒരു സെല്ലുകളുണ്ട്. ആ സെല്ലുകളിനകത്ത് നിറച്ച് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ്, ഒരു കളർ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. മെലാനിൻ കറുത്തിട്ടാണ്, പലതരം മെലാനിൻ ഉണ്ട് കേട്ടോ. ചില മെലാനിൻ കുറച്ചുകൂടെ കറുത്തിട്ടായിരിക്കും, ചിലത് കുറച്ചുകൂടെ ചുമപ്പ് രാശിയുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് മാറി മാറി വരുന്നത് കൊണ്ടാണ് ചില ആൾക്കാർ കുറച്ചുകൂടി ചുമന്നൊക്കെ ഇരിക്കുന്നത്. ചില ആൾക്കാർ ബ്രൗൺ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഒരു തരം പ്രത്യേക തരം ബ്രൗൺ ആയിരിക്കും, വേറെ ആൾക്കാർ വേറൊരു തരം ബ്രൗൺ ആയിരിക്കും. അപ്പം മെലാനിൻ്റെ അളവ് മാത്രമല്ല, ടൈപ്പ് ഓഫ് മെലാനിനും നമ്മുടെ കളറിനെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കളറ് നമുക്കിങ്ങനെ പല പല കളറുകൾ വന്നേ എന്നാലോചിക്കുമ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ഇവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്തായാലും പറയേണ്ടി വരും. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം 30 ലക്ഷം വർഷങ്ങളായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രലോപിത്തക്കസ് അഫാറൻസിസ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ പൂർവികൻ ആണ് എന്ന് വിചാരിക്കുന്ന സാധനം ഏതാ 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അതായത് നമ്മൾ ആഫ്രിക്കയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആഫ്രിക്കയിലെ നമ്മുടെ വെസ്റ്റേൺ ആഫ്രിക്കയിലേക്ക് നിറച്ച് ഫോറസ്റ്റുകളാണ്, നിറച്ച് കാടുകളാണ്. ഈ കാടുകളിനകത്താണ് നമ്മുടെ ഈ ഗൊറില്ല, ചിമ്പാൻസി മുതലായതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഈസ്റ്റേൺ ആഫ്രിക്ക, ഈ നമ്മുടെ വലത്തെ ഭാഗത്തുള്ള ആഫ്രിക്കയുടെ ഈസ്റ്റേൺ ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള അവിടെ ആൾക്കുരങ്ങൾ ആരുമില്ല എന്ന് പറയാൻ പറ്റൂല. അവിടെ ആൾക്കുരങ്ങൾ നിറച്ചുണ്ട്. പണ്ട് കാലത്ത് അവിടെയുള്ള ആൾക്കുരങ്ങളാണ് പിന്നീട് മനുഷ്യന്മാരായത്. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 30 മില്യൺ ഇയേഴ്സിന് മുമ്പ് ആ ഭാഗം മൊത്തം വലിയ ഫോറസ്റ്റുകളൊക്കെ നശിച്ച്, കാടുകളൊക്കെ നശിച്ച് ഗ്രാസ് ലാൻഡ്സ് ആയി മാറി, പുൽമേടുകളായി മാറി. ഭയങ്കര സൂര്യൻ ഇങ്ങനെ അടിക്കുന്ന സ്ഥലങ്ങളാണ്. മാത്രമല്ല മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഒന്നും നടക്കാൻ പറ്റില്ല, മരത്തിൽ കയറി നടക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പം മനുഷ്യൻ വലിയ കൂട്ടങ്ങളായിട്ട് വലിയൊരു പുൽമേടുകളിൽ അലയേണ്ടി വന്നു. അപ്പോൾ പുൽമേടുകളിൽ അലയുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് 2-3 കാര്യങ്ങളുണ്ട് അവിടെ. കുറച്ച് പിന്നെ വേട്ടയാടാനുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെയും വേട്ടയാടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തലച്ചോറ് വികസിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ 2 കാലിൽ എണീറ്റ് നിന്നു എന്നുള്ളതാണ്. ഏകദേശം ഗൊറില്ലയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ ചിമ്പൻസിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ആസ്ട്രലോപിത്തക്കസ് അഫാറൻസിന്റെ ബ്രെയിനിനൊന്നും, സൈസിനൊന്നും. പക്ഷെ അവർ 2 കാലിൽ നടന്നിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് 2 കാലിൽ നടന്നിരുന്നത്? അത് മിക്ക ശാസ്ത്രജ്ഞന്മാരും ആന്ത്രപ്പോളജിസ്റ്റുകളൊക്കെ വിചാരിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു കറണ്ട് കൺസെൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കാലിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത് എൻഡ്യൂറൻസിന് നല്ലതെന്നുള്ളതാണ്.
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾക്ക് ഒരു കോഴിയെ പോലും ഇനീഷ്യലി നമുക്ക് ഓടി തോൽപ്പിക്കാനായിട്ട് പാടാണ്. അല്ലെങ്കിൽ ഏത് ജീവിയാണെങ്കിലും നമ്മളെക്കാളും ഭയങ്കര സ്പീഡിൽ ഓടും. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ ദൂരം ഓടിക്കഴിഞ്ഞാൽ, ഇപ്പം മനുഷ്യൻ്റെ പോലെ ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ട്രെയിനിങ് കിട്ടിയിട്ടാണെങ്കിൽ പോലും മനുഷ്യന്മാർ വളരെ എൻഡ്രൻസ് ഉള്ളവരാണ്. മാരത്തോൺ ഓടാനും മനുഷ്യൻ്റെ അത്രയും എൻട്രൻസ് ഉള്ള ഒരു ജീവിയും ഇല്ല. അപ്പം ആഫ്രിക്കയിൽ തന്നെ ചില ട്രൈബ്സുകൾ ഇങ്ങനെ എൻട്രൻസ് ഹണ്ടിങ് നടത്താറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു മാനിനെ ഒക്കെ ഓടിച്ചിട്ടിട്ട് അതിൻ്റെ പുറകെ തന്നെ ഓടി 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 ഒരു ദിവസം കൊണ്ടൊക്കെ മാൻ തളർന്ന് വീഴുന്ന വരെ അതിനെ ഓടിച്ചൊക്കെ പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കാം മനുഷ്യൻ്റെ ഒരു ഇനീഷ്യൽ സാധനം. അപ്പം ഈ ആഫ്രിക്കൻ സൂര്യൻ്റെ താഴെ നടക്കാനും ഓടാനും ഏറ്റവും നല്ലത് 2 കാലിൽ ആണ്. കാരണം അപ്പം നമ്മുടെ ബോഡി സർഫസിലേക്ക് അത്രയും സൂര്യൻ അടിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ശ്വസിക്കുന്ന നമ്മുടെ ലങ്സ് അപ്പർ ബോഡിയിൽ ലങ്സ് നമ്മുടെ കൈ ഓടാൻ ഉപയോഗിക്കാത്തത് കാരണം അപ്പർ ബോഡി ലങ്സിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ശ്വാസം വിടാനും മറ്റേ കാലുകൾ ഓടാനായിട്ടും മാത്രമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു സംഭവമാണ് അവിടെ പരീക്ഷിച്ച് നമ്മൾ വിജയിച്ചത്. നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചു എന്നല്ല, നാച്ചുറൽ സെലക്ഷൻ വഴി സംഭവിച്ചു. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ സൂര്യൻ ഭയങ്കരമായിട്ട് വരുന്ന ഈ മറ്റേ പുൽമേടുകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോൾ 24 മണിക്കൂറും ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും, അല്ല 12 മണിക്കൂർ ഓടുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ചൂടാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഈ ചൂട് മനുഷ്യൻ്റെ പോലെ ഈ ബാക്കിയുള്ള ഈ രോമമുള്ള ജീവികളെക്കാളും നമുക്ക് നന്നായിട്ട് ചൂട് ചേർക്കാനായിട്ട് സാധിക്കും. നമുക്ക് വളരെയധികം സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. വേറെയുള്ള ആൾക്കുരങ്ങളെ നോക്കിയാലും കമ്പയർ ചെയ്ത് നോക്കിയാലും, വേറെയുള്ള മാമൽസിനെ കമ്പയർ ചെയ്ത് നോക്കിയാലും നമുക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ഗ്ലാൻസ് കൂടുതലാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വേർക്കാനുള്ള കഴിവുണ്ട്. അപ്പം മാത്രമല്ല, ഇങ്ങനെ വേർത്ത് നമ്മുടെ തൊലിയിൽ നിന്ന് മറ്റേ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ, വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയെ തണുപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മുടെ രോമവും പോയത്. ഉദാഹരണത്തിന് ഒരു ചിമ്പാൻസിയെ നോക്കും, നല്ല കറുത്തിരിക്കുന്നല്ലേ. ഒരു ഗൊറില്ലയെ നോക്കിയാലും കറുത്തിരിപ്പുണ്ട്. പക്ഷെ നമ്മളതിനെ ഷേവ് ചെയ്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ സ്കിന്ന് ഒരുതരം റോസ് കളറിലാണ്. താരതമ്യേന വളരെ കറുപ്പ് കുറഞ്ഞ ഒരു സ്കിന്നാണ് അവർക്കുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രോമമാണ് കറുത്തിരിക്കുന്നത്. അതേസമയം നമുക്ക് രോമം ഇല്ലാതായി, നമ്മുടെ ബോഡി ചൂട് കുറയ്ക്കാനായിട്ട് നമ്മുടെ രോമം പോയി. അപ്പോൾ നമ്മുടെ സ്കിന്ന് കറുക്കേണ്ടതായ ആവശ്യം വന്നു. കാരണം എന്താണ്? ഈ സ്കിന്നിലാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസത്തിനകത്ത് ഈ ഒരു അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാലാണ് ടൈറോസിൻ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു അമിനോ ആസിഡിൽ നിന്നാണ് ഈ മെലാനിൻ ഉണ്ടാക്കുന്നത്, വിറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വിറ്റമിൻ ഡി കാൽഷ്യം മെറ്റബോളിസത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ബോൺസ് ഉണ്ടാകാനും അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഈ വിറ്റമിൻ ഡി ഉണ്ടായില്ലെങ്കിൽ മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ദേഹത്ത് സൂര്യപ്രകാശം അടിച്ചാൽ തന്നെ വൈറ്റമിൻ ഡി ഉണ്ടായാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സൂര്യപ്രകാശം നമുക്ക് വളരെ വേണ്ടതാണ്. പക്ഷേ എന്നാൽ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് റേസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതായത് നമ്മുടെ തൊലിപ്പുറത്ത് ഭയങ്കര ക്യാൻസർ ഉണ്ടാവാനും തൊലിക്ക് ഡാമേജ് ഉണ്ടാക്കാനും സാധിക്കും. മാത്രമല്ല, ഫോളിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻസിനെയൊക്കെ അലിയിപ്പിച്ച് കളയാനായിട്ട് സൺലൈറ്റിന് പറ്റും നമ്മുടെ ബോഡിയിൽ നിന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം. ആ പ്രൊട്ടക്ഷൻ മാക്സിമം ഉണ്ടാവുന്നത് നല്ല കറുത്ത തൊലിക്കാണ്. അപ്പം നല്ല മെലാനിനുള്ള തൊലികൾ ഉണ്ടായി വന്നു മനുഷ്യന് എന്ന് വേണം വിചാരിക്കാനായിട്ട്. ആഫ്രിക്കയിലെ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയാണല്ലോ മനുഷ്യൻ ഉണ്ടായത്. അപ്പോൾ അവിടെ എല്ലാം കറുത്ത തൊലിയായി. കാരണം അവിടെ ഇഷ്ടംപോലെ സൂര്യനുണ്ട്. അപ്പോൾ വിറ്റമിൻ ഡി എന്തായാലും കിട്ടും. അപ്പം നല്ല കറുത്ത തൊലി ആണെങ്കിലും വിറ്റമിൻ ഡി കിട്ടുകയും ചെയ്യും, സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ഷനുമായി. ഓക്കെ. അതേസമയം നമ്മൾ സംഭവിച്ചത് എന്താണ്? നമ്മൾ 30 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ഓസ്ട്രോപിത്തക്കസ് ആയി, പിന്നെ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ് അങ്ങനെയൊക്കെ വന്നു. ഹോമോ ഇറക്ടസ് ലോകത്ത് പല സ്ഥലത്തും പോയി, പക്ഷെ പിന്നെ അത് അവിടെ ഒന്നും അധികം ഇല്ലാതെയായി. പിന്നീട് ഹോമോ ഹിഡൽബർഗൻസിസ്, ആർക്കൈക് ഹോമോസാപ്പിയൻസ്,
പിന്നെ ഹോമോസാപ്പിയൻസ് നമ്മുടെ പൂർവികർ 3,00,000 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായി. ഈ 3,00,000 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ നമ്മൾ കറുത്ത് ആയിരുന്നിരിക്കണം ഇരുന്നിരുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീൻസ് നമുക്കറിയുന്നത് പോപ്പുലേഷൻ ജനറ്റിക് സ്റ്റഡീസിൽ നിന്നും ആർക്കൈക് ജീൻസിൽ നിന്നാണ്. അതായത് നമ്മുടെ പഴയ സ്കെൽട്ടൺ, പഴയ ഫോസിൽസിൽ നിന്ന് DNA എടുത്തിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസെസ്ട്രൽ DNA സ്റ്റഡി വഴിയായിട്ടും പോപ്പുലേഷൻ DNA സ്റ്റഡി വഴിയായിട്ട് നമുക്ക് ഏകദേശം ഇതൊക്കെ ഏത് സമയത്ത് എന്തൊക്കെ ജീൻസിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് അറിയാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഫോസിൽ എവിഡൻസ് വഴി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു 60,000-70,000 വർഷം മുമ്പാണ് മോഡേൺ ഹ്യൂമൻസ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഈ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് യൂറോപ്പിലും ഈസ്റ്റ് ഏഷ്യയിലും ഏഷ്യയുടെയൊക്കെ നോർത്തേൺ ആൾട്ടിറ്റ്യൂഡ്സിൽ ചെന്നപ്പോഴാണ് അവിടെ സൂര്യൻ തീരെ ഇല്ല. അങ്ങനെ വന്നപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കാനുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കറുത്ത തൊലി പ്രശ്നമായി തുടങ്ങി. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ വഴി നാച്ചുറലി കുറേ ആൾക്കാർ പതുക്കെ തലമുറയായിട്ടും ഓരോ തലമുറയായിട്ട് കൂടുതൽ വെളുത്ത് വരികയും ചില ജനറ്റിക് മാറ്റങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ വെളുത്ത ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം അറിയാം. നമ്മുടെ ഇപ്പം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഭൂമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് ജീവിക്കുന്ന പണ്ട് മുതലേ ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാവരും ഒരുമാതിരി കറുത്തിട്ടാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് മാറും തോറും അവരെ പണ്ടേ ജീവിച്ചിരുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ വെളുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഓഫ് കോഴ്സ് അത് കുറേ മിക്സിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ മിക്സിങ് ആദ്യം എങ്ങനെയാണ്, ഏകദേശം 30,000 കൊല്ലങ്ങളൊക്കെ മുമ്പ് ആയപ്പോഴത്തേക്കും തന്നെ മനുഷ്യൻ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സിലേക്കൊക്കെ പോയി ഏഷ്യയിലേക്ക് പോയ ഒരു ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്ത്, ചൈനീസ് ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അവിടെ ഒരു ചെറിയ കുറച്ച് മ്യൂട്ടേഷൻസും ജനറ്റിക് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടാണ് അവിടെ കുറേ ആൾക്കാർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെളുത്ത നിറം വരികയും യൂറോപ്പ് ഭാഗത്തേക്ക്, വെസ്റ്റേൺ ഏഷ്യ യൂറോപ്പ് ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സായിപ്പന്മാരെന്ന് പറയുന്ന ഗ്രൂപ്പ് ആൾക്കാരുടെ പൂർവികർ പതുക്കെ കുറച്ച് വെളുത്ത ആൾക്കാരായി മാറി. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. പിന്നെ ഭൂമിയിൽ ഭയങ്കരമായ മിക്സിങ് നടന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ വെളുപ്പിൻ്റെ ഒരു ഇത്. പിന്നെ പല ഈ വെളുപ്പ് എന്നൊക്കെ പറയുന്ന പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. ഒരൊറ്റ ജീനൊന്നും അല്ല, വളരെയധികം ജീൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. പക്ഷെ എന്നാലും ആ ജനറ്റിക് ചേഞ്ചസ് നമുക്ക് ചില ജീൻസ് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുണ്ടായത്. അപ്പോൾ പിന്നെ നമുക്കൊരു സംശയം തോന്നാം, ചില ഭാഗങ്ങൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ പോലെയൊരു ഭാഗങ്ങളിൽ എന്തുകൊണ്ടാണ് മിക്സിങ് ഒരു പല കളറിലുള്ള ആൾക്കാർ ഇൻ്റർമിങ്കിൾ ചെയ്ത് കാണുന്നതെന്ന്. അപ്പോൾ അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യരുടെ മൈഗ്രേഷൻ മൂലം പലതരം കളറിലുള്ള ആളുകൾ തമ്മിൽ ഇവിടെ ഒരു വലിയ മിക്സിങ് നടന്നിട്ടുണ്ട്. ഏറ്റവും വലിയ മിക്സിങ് നടന്നത് ഏകദേശം 3,500-4,000 കൊല്ലം മുമ്പാണ്. യുറേഷ്യൻ സ്റ്റെപ്പികളിൽ നിന്നുള്ള നല്ല വെളുത്ത് ആയിരിക്കണം അങ്ങനത്തെ ഒരു പോപ്പുലേഷനും ഇന്ത്യയിൽ ഒറിജിനലി ഉണ്ടായിരുന്ന ഒരു ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന പോപ്പുലേഷനും തമ്മിൽ ഒരു നല്ല മിക്സിങ് ഉണ്ടായിരുന്നു. അത് നമുക്ക് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വേറൊരു വലിയ കഥയാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ ഇടണം, ഷെയർ ചെയ്യണം, അത് മറക്കരുത്. ഓക്കെ.